ഒരു ഫുഡ് പ്രസന്റേഷൻ ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് എന്താണ്? നമ്മളൊക്കെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നത്, അപ്പോൾ നമ്മുടെ ടേബിളിലേക്ക് ഫുഡ് കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ കണ്ണ് പെട്ടെന്ന് എങ്ങോട്ടായിരിക്കും പോകുന്നത്? ആ ഫുഡിന്റെ പ്രസന്റേഷനിലേക്ക് അല്ലേ? ഒരു ഫുഡിന്റെ പ്രസന്റേഷനാണ് അതിന്റെ ഒരു വിലയും മൂല്യവും എല്ലാം നിർണ്ണയിക്കുന്നത്. കാരണം അതിന്റെ പ്രസന്റേഷൻ നല്ലതായാലും നമുക്ക് ആ ഫുഡ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അതുമാത്രമല്ല, ആ ഫുഡിന് എന്തെങ്കിലും ഒരു ടേസ്റ്റ് വ്യത്യാസമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു പ്രസന്റേഷനിലും അത് ബാലൻസ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു ഷെഫിന്റെ ക്രിയാത്മകവും ഒരു കഴിവും കൂടിയാണ് ഈ ഒരു ഫുഡ് പ്രസന്റേഷനിലൂടെ അവതരിപ്പിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഫുഡ് പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ആ ഫുഡ് പ്രസന്റ് ചെയ്യുന്നതിന്റെ പ്ലേറ്റ്, അതിന്റെ കളർ അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ്, സൈസ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫുഡ് വെക്കുകയാണ്, അപ്പോൾ അതിന്റെ വെജിറ്റബിൾസിന്റെ കട്ടിങ്, ആ കട്ടിങ് സൈസ് ഈക്വൽ ആണെങ്കിൽ മാത്രമേ ആ ഒരു കാണാൻ തന്നെ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. നമ്മൾ പ്രസന്റേഷന് വേണ്ടി ഒരു ബ്ലാക്ക് പാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ നല്ലൊരു വൈറ്റോ അല്ലെങ്കിൽ റെഡ് ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടെ അട്രാക്ഷൻ നൽകുന്നുണ്ട്. പ്രസന്റേഷൻ ചെയ്യുമ്പോൾ എന്ത് ഫുഡാണോ അത് ക്വാളിറ്റി ആയിക്കോട്ടെ, അതിന്റെ ക്വാണ്ടിറ്റിയും എല്ലാം ഒരേ ഈക്വൽ ആണെങ്കിൽ മാത്രം കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ നമുക്ക് ഈ ഒരു ഫുഡ് പ്രസന്റേഷൻ നൽകുന്നു. കാലത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടുന്നതും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നതും കുറെ റീച്ച് കിട്ടുന്നതും എല്ലാം ഈ ഫുഡ് പ്രസന്റേഷനിലൂടെയാണ്. ഒരു ഫുഡ് കഴിക്കാനിരിക്കുകയാണ്, അപ്പോൾ ഉടനെ നമുക്ക് ആ ഫുഡിന്റെ പ്രസന്റേഷൻ നല്ല ഓക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഫോൺ എടുത്ത് ക്യാമറ എടുത്ത് നമ്മൾ ഫോട്ടോ എടുക്കും അല്ലേ? അതൊക്കെയാണ് ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താ കാണാൻ നല്ലൊരു ഇമ്പമായിരിക്കും. ഇതൊക്കെയാണ് ഫുഡ് പ്രസന്റേഷനെ നമ്മുടെ ഫുഡുകളിൽ നിന്നും എല്ലാം വ്യത്യസ്തനാക്കുന്നത്.